ഹലോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ഒരു പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. CAD പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ സീരീസാണ്. അപ്പോൾ ഇത് ബേസിക്കലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. അവർക്ക് എങ്ങനെ ബേസിക്സ്, CADൻ്റെ ബേസിക്സ് തൊട്ട് അത് ഒരു ചെറിയൊരു വീടിൻ്റെ പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് വരെയാണ് ഈ സീരീസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം CAD ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ZW ആണ്. ZW ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന AutoCAD ആണെന്നുണ്ടെങ്കിലും വർക്കിംഗ് പ്രൊസീജിയേഴ്സൊക്കെ സെയിം ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ CAD ഓപ്പണായി വന്നിട്ടുണ്ട്. CAD ഓപ്പണായി വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഇതിൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലാണോ മില്ലിമീറ്റേഴ്സിലാണോ എന്തിനാണ് വരയ്ക്കുന്നത് അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യാം. യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം UN ടൈപ്പ് ചെയ്യുക. UN ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്റ്സ് എന്ന് കാണാം. യൂണിറ്റ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റർ കൊടുക്കുക. നമുക്ക് എൻ്റർ ഓട്ടോക്കാഡിൽ രണ്ട് രീതിയിൽ എൻ്റർ അടിക്കാം. ഞാൻ അത് ക്ലോസ് ചെയ്യുന്നുണ്ട് തൽക്കാലത്തിന്. രണ്ട് രീതിയിൽ എൻ്റർ അടിക്കാം. നമുക്ക് നോർമൽ എൻ്റർ കീ അടിച്ചിട്ട് എൻ്റർ അടിക്കാം. അതിൽ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ടും സെയിം എൻ്റർ തന്നെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ഓപ്ഷൻസൊക്കെ കാണാം. ഈ ഓപ്ഷൻസിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് കാണാം. ടൈപ്പ്, ഡെസിമൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അങ്ങനെ പലതുണ്ട്. നമ്മളിപ്പോൾ ഡെസിമൽ തന്നെയാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഡെസിമൽ പോയിൻറ്റ്സ് അത് കഴിഞ്ഞിട്ട് വേണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ തൽക്കാലത്തിന് 0.0 അതിലേക്ക് കൊടുക്കണം. അത്രയ്ക്ക് പ്രിസിഷൻ മതി നമുക്ക് തൽക്കാലത്തിന്. ഓക്കെ, ഇതിൽ മില്ലിമീറ്റേഴ്സ് ഉണ്ട്, അത് ഞാൻ സെൻറ്റിമീറ്റേഴ്സിൽ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് യൂണിറ്റാണോ കൺവീനിയൻറ്റ് അതിലേക്ക് മാറ്റുക കേട്ടോ. ഓക്കെ, ഇതിലെല്ലാ യൂണിറ്റ്സും ഉണ്ട്, ഇഞ്ചസ്, ഫീറ്റ്, മൈൽ എല്ലാതും ഉണ്ട്. ഞാൻ സെൻറ്റിമീറ്റേഴ്സിലേക്ക് മാറ്റി ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് യൂണിറ്റ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ശരിയാക്കാനുള്ളത് ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷൻസ് നിർബന്ധമില്ല, പക്ഷേ നമുക്ക് ശരിയാക്കി വെക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഡയമെൻഷൻ സ്റ്റൈലാണ് പോകേണ്ടത്. അതിൽ DIMSTY എന്ന് അടിക്കുമ്പോൾ തന്നെ ഡയമെൻഷൻ സ്റ്റൈൽ എന്ന് കാണാം. നമുക്ക് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുത്ത് കേട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ മോഡിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡിഫൈ ഓപ്പൺ ചെയ്യുക. മോഡിഫൈ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡെസിമൽ ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനില്ല. നമുക്കൊന്നും ചേഞ്ച് ചെയ്യില്ല. നമുക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് സിമ്പിൾസ് ആൻഡ് ആരോസിലാണ്. സിമ്പിൾസ് ആൻഡ് ആരോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ആരോസിൻ്റെ സിമ്പിൾസും കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ടാവും. ഞാനിതിൽ നോർമലി ഇത് ഇങ്ങനെ ആർക്കിടെക്ചറൽ ടിക്ക് എന്നുള്ള ഇതാണ് കൊടുക്കാറ് കേട്ടോ. അത് നമുക്ക് രണ്ടും ചേഞ്ച് ചെയ്യാം. നമ്മൾ ലൈൻസിൽ തന്നെ പോയിട്ടുണ്ട്. ലൈൻസിൽ ബ്ലോക്ക് ഉണ്ടോ, കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ ഒരു റെഡ് കളർ, ഒരു മെറൂൺ റെഡ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 14, ഇപ്പോൾ നമ്മളിതിൽ ഹവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 14 വേണം. നമ്മുടെ നമ്പേഴ്സിന് വേണം. ആ നമ്പേഴ്സ് ഞാൻ 14 ആണ് സെലക്ട് ചെയ്തത്, കളർ നമ്പർ 14. ഓക്കെ കൊടുക്കുക. ഇവിടെ ഉണ്ടാവും, ഇവിടെ എക്സ്റ്റൻഷൻ ലൈൻ അതിൽ നമ്മൾ കളർ 14 കൊടുക്കുക. നമ്മൾ കളർ ടെക്സ്റ്റ് കളർ ഫുള്ള് 14 ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ അതിന് ശേഷം ടെക്സ്റ്റിലേക്ക് പോവുക. ടെക്സ്റ്റിലേക്ക് പോയിട്ട് ടെക്സ്റ്റിലും കളർ ചേഞ്ച് ചെയ്യാനുണ്ട്. കളർ 14 കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇവിടെ സ്റ്റാൻഡേർഡ് പല ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ അതിൽ ടെക്സ്റ്റ് സ്റ്റൈലാണ് ചേഞ്ച് ചെയ്ത് നോക്കാം. ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് തന്നെ മതി, പ്രശ്നമില്ല. ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നാണ്, വേണ്ട. ഇതിൽ വെർട്ടിക്കൽ എബവ് എന്നുണ്ട്, അതിൽ ഞാൻ സെൻറ്റേർഡ് കൊടുക്കണം. സെൻറ്റേർഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഡയമെൻഷൻസ് അതിൻ്റെ ഡയമെൻഷൻ ലൈൻ സെൻട്രലായിട്ട് അലൈൻ ചെയ്തിട്ട് എടുക്കും. ഇതിൽ ടെക്സ്റ്റ് ഹൈറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഹൈറ്റ് 2.5 എന്നാണ്. അതിൽ 2.5 മാറ്റി ഞാനൊരു 4 കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇത്രയും മതി തൽക്കാലത്തിന്. നമ്മൾ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു. ഇതിൽ സെറ്റ് കറൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ സെറ്റായി, യൂണിറ്റ് സെറ്റ് ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് ഇനി പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ലൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ലൈന് വരയ്ക്കാൻ നമ്മൾ L പ്രസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. L പ്രസ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ടാണോ വരയ്ക്കേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈനായി. ലൈൻ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ലൈന് നമുക്ക് സ്ട്രെയിറ്റ് അല്ല, ചരിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ L പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക നോർമലി. അതിനുശേഷം സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കൊടുത്തിട്ട് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് നിൽക്കുക. അപ്പോൾ നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് അല്ല വരുന്നത്. അതിനുവേണ്ടി നമ്മൾ കീബോർഡിൽ F8 പ്രസ് ചെയ്യുക. ഓക്കെ, F8 പ്രസ് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം ഇങ്ങനെ മാത്രമേ നമുക്ക് ലൈൻ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക, എസ്കേപ്പ് കൊടുക്കുക.
അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കീബോർഡിൽ F8 മാത്രം ക്ലിക്ക് ചെയ്താൽ വർക്ക് ആയിക്കൊള്ളുന്നില്ല. ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് കൂടെ F8 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത്. പക്ഷേ നമ്മൾ മോസ്റ്റ് കേസ് നമ്മൾ ലൈന് ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയല്ല. ലൈനൊരു വാല്യൂസ് ഉണ്ടാവും. ഇത്ര മീറ്റർ നീളത്തിലായിരിക്കും ലൈൻ ഉണ്ടാകുക. അതുകൊണ്ട് അതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. L പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് പ്രസ് ചെയ്യുക. എന്നതിന് ശേഷം ഡയറക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരു 5 മീറ്ററാണ് വേണ്ടത്, അല്ലെങ്കിൽ 2 മീറ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 മീറ്ററാണ് നമ്മൾ 200 സെൻറ്റിമീറ്റർ അടിക്കുക. 200 അടിച്ച് എൻ്റർ കൊടുക്കുക. എന്നിട്ട് എസ്കേപ്പ് അടിച്ചാൽ നമുക്കിപ്പോൾ 2 മീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ കിട്ടിയിട്ട്. ഇതിപ്പോൾ ശരിയാണോന്ന് അറിയാൻ നമ്മൾ അളന്ന് നോക്കാം. ഓക്കെ, അളന്ന് നോക്കാൻ നമ്മൾ DA അടിക്കുക. DA അടിച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ അലൈൻഡ് എന്ന് കാണും. അപ്പോൾ നമ്മൾ DA അടിച്ച് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, എൻഡിൽ ക്ലിക്ക് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 200. അപ്പോൾ 2 മീറ്റർ കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ ഇടാൻ പഠിച്ചു, ലൈൻ വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് സ്ട്രെയിറ്റ് ഡയമെൻഷൻ ഇടാൻ എളുപ്പമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഈ ലൈൻസൊക്കെ സ്ട്രെയിറ്റ് ആണ്. ഇതിന് നമുക്ക് അലൈൻ ചെയ്ത് ഡയമെൻഷൻ ഇടാൻ നമുക്ക് ജസ്റ്റ് 2 പോയിൻറ്റ്സ് പിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഡയമെൻഷൻ കാണാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ലാതെ ഇങ്ങനൊരു സിനാരിയോ നിങ്ങൾ സങ്കല്പിച്ച് നോക്കും. നമ്മളൊരു ലൈന് ചരിഞ്ഞിട്ടാണ്, ഇങ്ങനെ ഒരു ചരിഞ്ഞ ലൈന് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് എൻഡ് പോയിൻറ്റിലേക്ക് അലൈൻഡ് അല്ലാതെ നമുക്കൊരു ഡയമെൻഷൻ എടുക്കണം. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഡയമെൻഷൻ ലീനിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ DAM ലീനിയർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ ലീനിയർ അടിക്കാൻ പറ്റും. കണ്ടോ, ഡയമെൻഷൻ ലീനിയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് പോയിൻറ്റ് പിക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻഡ് പോയിൻറ്റും പിക്ക് ചെയ്യുക. അങ്ങനെ പിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയും എടുക്കാം, അല്ലാതെ ഇങ്ങനെയും എടുക്കാം. കണ്ടില്ലേ? പക്ഷെ നമ്മൾ നോർമലി ഡയമെൻഷൻ അലൈൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയമെൻഷനിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പല സിനാരിയോസ് നമുക്ക് ഇങ്ങനെയും അതല്ലാതെ അലൈൻഡ് ആയിട്ടും ഡയമെൻഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 രീതിയിൽ ഡയമെൻഷൻ എടുക്കാം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ലൈൻ ഇടാൻ പഠിച്ചു, ഡയമെൻഷൻ ഇടാൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും സ്ക്രീനിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ആക്കണം. ഡിലീറ്റ് ആക്കാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 2 രീതിയിൽ എന്ന് പറയുമ്പോൾ 2 രീതി നമുക്ക് സെലക്ട് ചെയ്യാം. ബേസിക്കലി 2 രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും അതുപോലെ തന്നെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും ഡ്രാഗ് ചെയ്യാം. നമ്മൾ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഒരു ഗ്രീൻ കളർ സെലക്ഷൻ ഏരിയയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സെലക്ഷൻ വന്നല്ലോ. ഇപ്പം ഞാൻ ഈ ഒരു ലൈന് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല. ലൈനിൻ്റെ ചെറിയൊരു പോർഷൻ സെലക്ട് ആയി പോലും അത് മൊത്തമായിട്ട് സെലക്ട് ആവും. പക്ഷേ ബ്ലൂ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ മൊത്തമായിട്ട് ഇപ്പം ഞാനിപ്പോൾ പകുതി സെലക്ട് ചെയ്താൽ ബ്ലൂ സെലക്ട് ആവില്ല. ഫുള്ളായിട്ട് ആ ഒരു ലൈനോ എന്താണോ ഫുള്ളായിട്ട് കവർ ചെയ്ത് ആയാൽ മാത്രമേ അത് സെലക്ട് ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു കുറേ ലൈൻസും കാര്യങ്ങളും സ്ക്രീനിലുണ്ട്. അത് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗ്രീനാണ് നല്ലത്. നമുക്ക് ചെറിയൊരു സെലക്ഷൻ വന്നാലും അത് കംപ്ലീറ്റ്ലി സെലക്ട് ആവും. നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. നമുക്കിങ്ങനെ 2 രീതിയിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ലൈൻ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ സർക്കിളൊക്കെയാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ എളുപ്പമാണ്. ലൈന് വരച്ച പോലെ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ REC എന്ന് അടിച്ച് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഒരു പോയിൻ്റ് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, വേറെ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ റെക്റ്റാങ്കിളും ഒരു മെഷർമെൻറ്റ് അളവ് കൊടുത്തിട്ടാണ് നമ്മളെപ്പോഴും വരയ്ക്കുക. അതുകൊണ്ട് അതിന് അളവ് കൊടുത്തിട്ട് വരയ്ക്കാൻ നോക്കാം കേട്ടോ. REC അടിച്ചു, എൻ്റർ കൊടുത്തു, നമ്മളൊരു ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ ഒരു റൂമിൻ്റെ സൈസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മീറ്റർ 3 മീറ്റർ സൈസുള്ള ഒരു റൂമാണെന്ന് ഇമാജിൻ ചെയ്യും. അപ്പോൾ ഓട്ടോകാഡ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് അടിക്കുന്ന വാല്യൂസ് ഹൊറിസോണ്ടലായിട്ടും രണ്ടാമത് അടിക്കുന്ന വാല്യൂസ് വെർട്ടിക്കലായിട്ടുമാണ് ഓട്ടോകാഡ് എടുക്കുക. ഓട്ടോകാഡ് എന്നല്ല, ഏത് CAD സോഫ്റ്റ്വെയർ എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ നമുക്കൊരു 4 മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 400 അടിക്കുക. 400 അടിച്ചിട്ട് ഒരു കോമ ഇടുക. അതിനുശേഷം 300 വെർട്ടിക്കലാണ്. അപ്പോൾ 300 അടിച്ച് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 400 300 സൈസുള്ള ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് സർക്കിളിൻ്റെ കേസും. സർക്കിൾ നമ്മൾ C അടിക്കുക, എൻ്റർ കൊടുക്കുക, ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 200 2 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 200 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. 200 ഒരു സർക്കിൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രോയിങ്ങിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഇതിൽ നമുക്ക് ആർക്ക് ഉണ്ട്, ഇപ്പോൾ 2 പോയിൻറ്റ് സർക്കിൾസ് ഉണ്ട്, അങ്ങനെ പല 2 പോയിൻ്റ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന സർക്കിൾ, അങ്ങനെ പല രീതിയിലുള്ള സർക്കിൾസും കാര്യങ്ങളും ഉണ്ട്. ആർക്ക് ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ ഇതൊരു ബേസിക് ട്യൂട്ടോറിയലാണ്. ഇതിൽ എല്ലാ കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ലെങ്ത്ത് കൂടും ട്യൂട്ടോറിയലിൻ്റെ.
ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് കുറച്ച് കമാൻഡ്സ് പഠിക്കാം. കമാൻഡ്സ് ട്രിം, അതുപോലെ ഓഫ്സെറ്റ്, അങ്ങനത്തെ കുറച്ച് കമാൻഡ്സ് പഠിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു എക്സാമ്പിൾ കാണിക്കാൻ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. അത് ഞാൻ കുറച്ച് കോപ്പി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കോപ്പി എടുത്ത് വെച്ചു. ഞാനിവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഈ ഒരു ലൈനിൽ എനിക്ക് ട്രിം ചെയ്യണം. ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിച്ച് ട്രിം ചെയ്ത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ട്രിം എന്നുള്ള കമാൻഡാണ്. TR കൊടുക്കുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എൻ്ററും കൂടെ ഡബിൾ എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ട്രിം ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിം കൊടുക്കുക, എൻ്റർ കൊടുക്കുക. എനിക്കിപ്പോൾ ഈ ഒരു ഇതുവരെയാണ്, ഇവിടെ തൊട്ട് ഇതുവരെ മതി ലൈൻ. ഈ ഒരു ഭാഗത്തേക്കുള്ള ലൈൻ ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിം കൊടുത്ത് ഒരു പ്രാവശ്യം എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ, നമുക്ക് ഇതുവരെയാണല്ലോ വേണ്ടത്, അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ഒന്നുകൂടി എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഈ ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതുവരെയാണോ വേണ്ടത് അതുവരെ ട്രിം ആയി കിട്ടും. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ എനിക്ക് ഇതുവരെ മതിയെന്നുണ്ടെങ്കിൽ ട്രിം കൊടുക്കുക, എൻ്റർ കൊടുക്കുക, ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക, സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ വരെയാണ് എത്തുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിം കൊടുത്ത്, ഫോർ എക്സാമ്പിൾ ഇത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കണ്ടോ ഇതുവരെ സെലക്ട് ആവുള്ളൂ. പിന്നെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ട്രിം കമാൻഡ് എങ്ങനെയാണ് നമുക്ക് ഓഫ്സെറ്റ് പഠിക്കാം. ഓഫ്സെറ്റ് കമാൻഡും എളുപ്പമാണ്. ഞാനിപ്പോൾ ലൈൻ വരച്ചു. നമുക്ക് ഈ ലൈന് ഒരു നിശ്ചിത അകലത്തിൽ ഓഫ്സെറ്റ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ OF നടിച്ച ഓഫ്സെറ്റ് സിമ്പിളാണ്. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തതിന് ശേഷം ഒരു ഇത്ര പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്കായിരിക്കുമല്ലോ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്? ഇപ്പോൾ ഒരു 20 സെൻറ്റിമീറ്റർ കൊടുത്തു. ഞാൻ എൻ്റർ കൊടുത്തു. എന്നിട്ട് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓട്ടോകാഡിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്തല്ലോ, നമുക്ക് ഇനിയും ഓഫ്സെറ്റ് കമാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡബിൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആ കമാൻഡ് തന്നെ യൂസ് ചെയ്യാം. 2 പ്രാവശ്യം എൻ്റർ കീ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെയും ആ ഒരു കമാൻഡ് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുക. അതിപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എന്തിനാണ് അധികം യൂസ്ഫുള്ളായി വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാൾസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഓഫ്സെറ്റ് 23 സെൻറ്റിമീറ്റർ, 23 എന്ന് പറയുമ്പോൾ 20 സെൻറ്റിമീറ്റർ നമ്മളെ സ്റ്റോണിൻ്റെ തിക്നെസ്സും 3 സെൻറ്റിമീറ്റർ നമുക്ക് പ്ലാസ്റ്ററിങ് കൂടെ വന്നിട്ട് 23 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് നോർമൽ കേസിൽ ഒരു വാൾ തിക്നെസ് ഉണ്ടാകുക. അത് 23 സെൻറ്റിമീറ്റർ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ അങ്ങനെയാവും. ഇത് നമുക്ക് റെക്റ്റാങ്കിൾ എടുത്ത് കാണിച്ചു തരാം. ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു, ഓഫ്സെറ്റ് കൊടുത്തു, 23 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു വാൾ തിക്നെസ്സാണ്, പുറത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ്സെറ്റ് കമാൻഡ്. ഇനി അടുത്തത് ഫില്ലറ്റ് എന്ന് പറയുന്നത് 2 ലൈന് ജോയിൻ ചെയ്യിക്കാനുള്ളതാണ് ബേസിക്കലി ഫില്ലറ്റ്. ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ലൈൻ വരച്ചു, അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇങ്ങനെ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ലൈനും എനിക്ക് കൂട്ടി യോജിപ്പിക്കണം. ഇതിന് 2 രീതി നമുക്ക് ചെയ്യാം. ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ട്രിം ചെയ്ത് ഒഴിവാക്കാം. ഇങ്ങനെ ട്രിം ചെയ്ത് ഒഴിവാക്കിയാൽ എനിക്കിവിടെ കണക്റ്റായി. പക്ഷേ ഇത് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിനും സുഖം ഫില്ലറ്റ് അടിക്കുന്നതാണ്. ഫില്ലറ്റ് അടി നമ്മൾ F നടിക്കുക, എൻ്റർ കൊടുക്കുക. എന്നതിന് ശേഷം 2 ലൈനും സെലക്ട് ചെയ്യുക. സിംപ്ലി 2 ലൈനും സെലക്ട് ചെയ്താൽ മതി. അത് ഫില്ലറ്റായി, ജോയിൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫില്ലറ്റ് കമാൻഡ്. ഇനി അടുത്ത് നമുക്ക് കോപ്പി ചെയ്യാനുള്ളൊരു കമാൻഡാണ് പഠിക്കാനുള്ളത്. കോപ്പി ചെയ്യാൻ നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്ത് ഒബ്ജക്റ്റാണോ കോപ്പി ചെയ്യേണ്ടത് അത് CO നടിക്കുക, കോപ്പി, എൻ്റർ കൊടുക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഏതാണോ ഒരു പോയിൻ്റ്, നമുക്കൊരു ബേസ് പോയിൻ്റ് വേണം. നമുക്ക് ഇവിടെയാണോ പിക്ക് ചെയ്യേണ്ടത്, ഏതൊരു ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ കോപ്പി ചെയ്ത് പോവാം. അതാണ് കോപ്പി കമാൻഡ്. ഇനി നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് ലൈൻ ആയിരിക്കില്ല. ചിലപ്പോൾ എക്സൽ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്, ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ലൈൻസ്. ഈ എക്സ്റ്റെൻഡ് ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റോ ഒരു എൻഡിങ് പോയിൻറ്റോ നമുക്ക് കാണാൻ കഴിയില്ല. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ആ എക്സ്റ്റെൻഡഡ് ലൈൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ അധികം പ്ലാൻ വരയ്ക്കുക. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ലൈൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ XL അടിക്കുക, എൻ്റർ കൊടുക്കുക. XL അടിച്ച് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ലൈൻസ് ഇടാം. കണ്ടില്ലേ, ഇതിനിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇടാം. നമുക്കിപ്പോൾ ഒരു
ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ സ്പെസിഫൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സലിന് അടിച്ചിട്ട് എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ വെർട്ടിക്കൽ വേണമെന്നുണ്ടെങ്കിൽ വി അടിച്ച് എൻ്റർ കൊടുക്കുക. നമുക്ക് വെർട്ടിക്കലി ഇങ്ങനെ എത്ര വേണമെങ്കിലും എക്സൽ ലൈൻസ് ഇടാം. അതുപോലെ തന്നെ എക്സലിന് അടിച്ച് എൻ്റർ കൊടുത്ത് എച്ച് അടിച്ച് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലി നമുക്ക് എത്ര വേണമെങ്കിലും ലൈൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളൊരു പ്ലാൻ വരയ്ക്കേണ്ട കേസിൽ നമ്മൾ യൂഷ്വലി എക്സലിൽ അടിച്ച് വി അടിച്ച് എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് അടിച്ച് നമ്മൾ 23 എത്ര വാൾ തിക്നെസ് കൊടുത്ത് നമ്മളിങ്ങനെ ഓഫ്സെറ്റ് ഇട്ട് പോവുകയാണ് യൂഷ്വലി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബേസിക് ക്ലാസ്സിൽ ഞാൻ ഇത്രയൊക്കെയാണ് കവർ ചെയ്യുന്നത്. നമുക്ക് ഇതിന് ശേഷം ഇനി വരുന്ന ക്ലാസ്സുകളിൽ ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വീടിൻ്റെ ബേസിക് പ്ലാൻ നമുക്ക് വരച്ച് നോക്കാം. വരച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആ പ്ലാൻ വെച്ചിട്ട് സ്കെച്ചപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ 3D ചെയ്യാം, എന്നതിന് ശേഷം ലൂമിയോൺ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ റെൻഡർ ചെയ്യാം, ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസ് ഇനി വരുന്ന വീഡിയോസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.